ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എരി പൊരി കിച്ചൻ. ഞാൻ മിലു ജോർജ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡിസൈനിങ്ങുമാണ്. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് കേക്ക് ഡിസൈൻ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഈ പാൽപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പാൽപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൈദയാണ് 250 ഗ്രാം. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിപ്പയിൽ കൂടെ 3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പാച്ചില കൊണ്ട് യോജിപ്പിച്ചാലും മതി. അപ്പോൾ ഇടഞ്ഞു എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബട്ടർസ്കോച്ച് കേക്കിൻ്റെയാണ് ഇന്നത്തെ ഓർഡർ. അപ്പോൾ ബട്ടർസ്കോച്ച് കേക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. 3 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക. അതിൻ്റെ വൈറ്റ് മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 1/8 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചേക്കാണ്. പൊടിച്ച പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അളവിൽ എടുത്തിട്ട് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയ ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്തത് ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 100 മില്ലി ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡാണ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഈ ഒരു മുട്ടയുടെ പതയെല്ലാം മടങ്ങിപ്പോവും. അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് വരും. അതിനുശേഷം ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനാണ്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് ആക്കി കൊടുക്കുക. കേക്കിൻ്റെ അകത്ത് എയർ ബബിൾസ് വരാതിരിക്കാനാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിലേക്ക് വെച്ചിട്ട് നമുക്കത് അടച്ചു വെച്ച് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഓരോ സ്റ്റവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സിമ്മിൽ വേണം നമുക്ക് ചെയ്യാൻ. ഇനി ഞാനിവിടെ ബട്ടർസ്കോച്ച് സോസ്, പ്രലൈൻ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബട്ടർസ്കോച്ച് സേമിയ പായസം അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കാണുക. ഇനി നമ്മൾ കുറച്ച് ഫോണ്ടൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫോണ്ടൻ്റ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു സിലിക്കൺ ഷീറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ലാബിലിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് മിക്സ് ചെയ്യുന്ന ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതായാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ സ്ലാബിലിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതൊക്കെ അതിൻ്റെ ബ്രഷുകളാട്ടോ ഡിസൈൻ ചെയ്യുന്നതിനുള്ള. അപ്പോൾ തൈലോസ് പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ആണ് നമുക്കിത് കുറച്ച് ഹാർഡായിട്ട് കിട്ടാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഒരു ബോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോയിന് വേണ്ടിയിട്ട് ഞാനിത് പരത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോ നമ്മുടെ വലിപ്പത്തിന് അനുസരിച്ച് എടുക്കാം. അപ്പോൾ നീളത്തിലുള്ളതും അതേപോലെ നമുക്ക് വട്ടത്തിൽ വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോയെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതേപോലെ ഫോണ്ടൻ്റ് പരത്തിയ ശേഷം നമുക്ക് ഇതേപോലെയുള്ള ഞാൻ കാണിച്ച കട്ടേഴ്സാണ്, അത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അത് ഇഷ്ടമുള്ള ടൈപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ ബോയ് ഉണ്ടാക്കുന്നത് ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കിയിട്ട് നമ്മളിതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി സൈഡിൽ ഞാനൊരു ബ്രഷ് കൊണ്ട് കുറച്ച് വെള്ളം തൂത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശയൊന്നും ഉപയോഗിക്കുന്നില്ല, വെള്ളത്തിൽ തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഇതേപോലെ ഒരു ഞൊറിവ് പോലെ ഇട്ട് കൊടുക്കണം. ആ ഒട്ടിച്ച വശം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പീസും അതേപോലെ വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോയ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ നടുക്ക് വെക്കാനുള്ള പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം.
അത് ഇതേപോലെ ഒന്ന് 3ആയിട്ട് മടക്കി കൊടുക്കുക. ഒരു ചുളുക്കൽ വീണ പോലെ നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് മറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം മാറ്റിയിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ബോയുടെ ഒരു പാർട്ട് റെഡിയായി. അടുത്ത പാർട്ടിനോട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ബോയുടെ സൈഡിൽ റിബൺ കട്ട് ചെയ്ത പോലെ കിടക്കും. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഈ 2 പീസും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് 250 രൂപയാണ് ഈ ഒരു 3 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇനി നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇനി നമ്മുടെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് ഷുഗർ സിറപ്പിൽ നമ്മൾ വെറ്റ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ക്രീം കോട്ട് ചെയ്തെടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുകയാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് ഷുഗറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ചേർത്ത് കൊടുത്തു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസാണിത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രലൈനൊക്കെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീണ്ടും ഇട്ട് ബോറടിപ്പിക്കണമെന്ന് കരുതിയാണ്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കാമെന്ന് പ്രത്യേകം പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ 3 ലെയറും വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ബേക്കറിയിൽ കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല, ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കേക്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മേളിൽ നമ്മൾ ലാസ്റ്റ് ലെയറിലേക്ക് നമ്മൾ കാരമൽ സോസ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഞാൻ ഒരു 100 ഗ്രാം ബട്ടറും 100 ഗ്രാം ഐസിങ് ഷുഗറും കൂടെ മിക്സ് ചെയ്തെടുക്കുവാണ്. അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഫോണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ലൂസാവാതെ കിട്ടണം ക്രീം. അപ്പം നല്ല ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത് എപ്പോഴും ബട്ടർ ഐസിങ് ആയിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് സെറ്റ് ആവട്ടെ. ബാക്കി ഇനി കുറച്ച് പേരെഴുതാനും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സൈഡിലൊരു റിബൺ പോലെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാണ് ഞാൻ. ഇനി പിറ്റേ ദിവസമാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത കേക്ക്. അപ്പോൾ കേക്ക് നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫോണ്ടൻറ്റ് വെച്ച് കൊടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ക്രീം ഐസിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സംഭവം വെച്ച് നല്ല പോലെ ലെവലാക്കി എടുക്കണം. കുറച്ച് സമയം ക്ഷമയോട് കൂടി ചെയ്താൽ മാത്രമേ ഇത് ഫിനിഷായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടും നന്നായിട്ട് തേച്ച് കൊടുക്കും. അപ്പോൾ എന്നെക്കുറിച്ചും എൻ്റെ റെസിപ്പിയെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യൂ. നന്നായിട്ട് ലെവലായി കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നല്ലതുപോലെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കേക്കിലേക്ക് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പിസ്സ കട്ടർ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുശേഷം ഈ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു നൈഫ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫോ എന്തെങ്കിലും ഒരു ഇത് മതി, അത് വെച്ച് ആ ഡിസൈൻ ഒന്നും കൂടെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഹോൾ ഇട്ടതിലേക്ക് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ കളറിലെ ബീഡ്സ് ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് എല്ലാം വെച്ച് കഴിഞ്ഞു. നമ്മൾ ലെറ്ററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലെറ്ററിൽ ഞാൻ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ ഗോൾഡൻ ഡസ്റ്റ്. അതിനുശേഷം നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ റിബണിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗോൾഡൻ ഡസ്റ്റ്. കാണുമ്പോൾ സിമ്പിളായിട്ട് കഴിഞ്ഞുവെങ്കിലും കുറേ സമയത്തെ കഷ്ടപ്പാടാണ്.
ഒരു 6-7 മണിക്കൂറായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേക്ക് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിനിഷിംഗ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കേക്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.